വിമാന അപകടം. അപ്പം വിമാന അപകടത്തിൽ മരിച്ച ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മരിച്ച ആ വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് ഇന്നലെ തകർന്നു വീഴുന്നത്. 265 പേരോളം മരിച്ചതായിട്ടാണ് കണക്കുകൾ. അതിൽ 241 പേരും വിമാനത്തിലെ യാത്രക്കാരായിരുന്നു. വിമാനം തകർന്നു വീണ ഹോസ്റ്റലിലും ഒക്കെ ആയിട്ട് ഏകദേശം 20ഓളം പേർ മരിച്ചതായിട്ടും പറയും. 230 യാത്രക്കാരും 12 ജീവനക്കാരുമായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു. ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശാണ് രക്ഷപ്പെട്ട ആ ഒരു വ്യക്തി. പുള്ളി പറയുന്ന പ്രകാരം എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലൈറ്റ് തകരും എന്നുറപ്പായപ്പോൾ എമർജൻസി വാതിൽ തുറന്ന് അവിടെ നിന്ന് താഴോട്ട് ചാടാൻ വേണ്ടി ശ്രമിച്ചപ്പം അപ്പോഴത്തന്നെ തകർന്നു. ഏതായാലും പുള്ളി രക്ഷപ്പെട്ടു. അത് തന്നെ ഒരു ആശ്വാസകരമായൊരു കാര്യമാണ്. പക്ഷേ 265 പേരാണ് മരിക്കുന്നത്. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലൈറ്റ് യാത്രക്കാർ മാത്രമല്ല, താഴെ ഹോസ്റ്റലിൽ ആഹാരം തന്നെ കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഉൾപ്പെടെ മരിച്ചതായിട്ടാണ് വിവരം വരുന്നത്. അപ്പോൾ ഒരു വിമാന അപകടം നടക്കുമ്പം അതിൻ്റെ താഴെയുള്ള ആൾക്കാരും ഇത്രയുമേറെ മരിക്കുന്നത് ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനെ വേറെ ഏതെങ്കിലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പറന്നുയരുന്നത് 1:39-നാണ്. 32 സെക്കൻഡ് മാത്രം പറന്നുയരുന്ന 32 സെക്കൻഡിനുള്ളിൽ ഇത് കത്തിയമർന്ന് തകർന്ന് വീഴുകയാണ്. ഇതിനകത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി, അതുപോലെ തന്നെ നമ്മുടെ മലയാളിയായ പത്തനംതിട്ട സ്വദേശി രഞ്ജിത ജി നായരും മരിച്ചവരുടെ ഗണത്തിൽപ്പെടും. അപ്പം രഞ്ജിതയെപ്പറ്റി പറയുമ്പം ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ആരംഭിക്കുന്നത്. രഞ്ജിതയ്ക്കും അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ നേഴ്സായിരുന്നു രഞ്ജിത ജി നായർ. രഞ്ജിത പിന്നെ 5 കൊല്ലത്തെ അവധി എടുത്തതിന് ശേഷമാണ് വിദേശങ്ങളിൽ പോകുന്നത്. കുറച്ച് നാളായതേ ഉള്ളൂ ലണ്ടനിൽ എത്തിയിട്ട്. ലണ്ടനിൽ ജോലി നോക്കുന്നതിനിടയിലാണ് 5 കൊല്ലത്തെ കാലാവധി തീരുന്നതും നാട്ടിലേക്ക് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അങ്ങനെ രഞ്ജിത നാട്ടിൽ തിരിച്ചെത്തി ആ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അതിനുശേഷം അതിൻ്റെ വിടുതൽ സർട്ടിഫിക്കറ്റ്, ലണ്ടനിൽ നിന്ന് ഇതിൻ്റെ വിടുതൽ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിന് വേണ്ടിയാണ് ചെന്നൈയിലെത്തുക. അവിടുന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്നത്. അപ്പോൾ രഞ്ജിതയുടെ സ്വപ്നം ആയ ഒരു വീട്, അത് 28-ാം തീയതി അതിൻ്റെ ഗൃഹപ്രവേശനം നടത്താനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് രഞ്ജിതയ്ക്ക് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തു പറയാൻ പറ്റും അല്ലേ? പല വാർത്തകൾ വരുമ്പം അതിലൊക്കെ നമുക്ക് വിഷമത്തോട് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ലേ? ചെയ്തതിന് ശേഷം വീണ്ടും നാട്ടിൽ താമസമാക്കണം, മക്കളോടൊപ്പം, അതുപോലെ പുതിയ വീട്ടിൽ താമസമാക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ പേറി തന്നെയാണ് രഞ്ജിത യാത്രയാവുന്നത്. പക്ഷേ അതിനിടയിലാണ് വിധി എന്ന് പറയുന്ന സാധനം ജീവിതം തട്ടിയെടുക്കുന്നത്. അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ വിമാനത്തിൽ അല്ലേ? അതുപോലെ ഈ രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരൻ തന്നെ പറയുന്നു, എമർജൻസി വാതിൽ തുറന്ന് ചാടിയപ്പം മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ചിന്തിച്ചത്, കുടുംബത്തിൻ്റെ കാര്യം മാത്രം. അപ്പോൾ എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും അവരുടെ കുടുംബത്തെ ഓർത്ത് കാണും, പ്രിയപ്പെട്ടവരെ ഓർത്ത് കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെ അപകടം നിമിഷ നേരം കൊണ്ട് സംഭവിക്കുകയും ചെയ്യും. ഉദയപൂരിലെ തൻ്റെ ജോലിയൊക്കെ രാജിവെച്ച് ഭർത്താവായ പ്രദീപ് ജോഷിയോടൊപ്പം ലണ്ടന് താമസമാക്കാൻ തീരുമാനിച്ച് പോയതായിരുന്നു കോമി വ്യാഫും മക്കൾ. അവരുടെ സെൽഫിയും പുറത്തു വരുന്നുണ്ട്. വിമാനത്തിൽ ഇരുന്നുകൊണ്ട് അവർ എടുത്ത അച്ചിരിയോടുള്ള സെൽഫി. അവരും അറിഞ്ഞില്ല ജീവിതത്തിൻ്റെ അന്ത്യയാത്രയിലേക്കാണ് തങ്ങൾ പോകുന്നത്. അങ്ങനെ എത്ര മനുഷ്യരുടെ സ്വപ്നങ്ങൾ. അതുപോലെ താഴെ ഇരുന്ന വ്യക്തികൾ വിചാരിക്കുമോ, നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും സംഭവിക്കുകയും മണ്ടയ്ക്ക് വന്ന് വിമാനം തകർന്ന് നമ്മുടെ മണ്ടയ്ക്ക് വീഴുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും
മരണത്തെപ്പറ്റി ചിന്തിക്കാത്ത, മരണത്തെപ്പറ്റി അറിയാത്ത എത്രയോ ആൾക്കാരാണ് ഈ അപകടത്തിലൂടെ മരിച്ചത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും ഗുണമായിട്ട് വരാം. ഗതാഗതക്കുരുക്ക് അനുവദിക്കാത്തവരാരുമില്ല. ആ ഗതാഗതക്കുരുക്കിൽ ഇരിക്കുമ്പം നമ്മുടെ മനസ്സ് വല്ലാതെയധികം പ്രാകുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ പോകാനുള്ളവരാണെങ്കിൽ ഒരിക്കലും ഒട്ടും പറയണ്ട. അതുമൂലം ഈ ഗതാഗതക്കുരുക്ക് മൂലം 10 മിനിറ്റ് വൈകി ആ ഫ്ലൈറ്റ് അങ്ങ് നഷ്ടപ്പെട്ടു. നിമിഷങ്ങൾ കൊണ്ടാണ് അറിയുന്നത് ആ ഫ്ലൈറ്റ് തകർന്നു കഴിഞ്ഞു. അങ്ങനൊരു കഥയാണ് ഭൂമി ചൗഹാന് പറയാനുള്ളത്. ഈ ഫ്ലൈറ്റിൽ പോകാതിരുന്ന ഭൂമി ചൗഹാൻ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് 10 മിനിറ്റ് വൈകിപ്പോയി. അങ്ങനെ ആ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു. നിമിഷ നേരം കൊണ്ട് ഈ ഫ്ലൈറ്റ് തകരുകയും ചെയ്യും. അങ്ങനെ പല പല കഥകളും പലവരുടെ സ്വപ്നങ്ങളും ഒക്കെ തകർന്ന ഒരു ഫ്ലൈറ്റ് അപകടം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇങ്ങനെയുള്ള ദാരുണമായ അപകടങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അല്ലാതെ സാധാരണ മനുഷ്യനായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ? അപ്പം ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. ആ വേദന ഉൾക്കൊള്ളുകൊണ്ട് മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഓക്കെ.